സൂര്യനാഥം, ദശവായുക്കൾ, ദശനാടികൾ പ്രവർത്തനം, നമ്മുടെ ശരീരം 96 തത്വത്തിൽ. പഞ്ചമലം, പഞ്ചഭൂത ശക്തിയിൽ നാം ആഹാരം കഴിക്കുന്നതിൽ ഉണ്ടാകുന്ന മലം, തമിഴിലിരുന്ന് എടുത്ത് മലയാളിയായി പറയുന്നത്. പഞ്ചമലം എന്നാൽ കാമം, ക്രോധം, ലോഭം, മദം, മാത്സല്യം. ഇവ അഞ്ചും പ്രവർത്തനം പല പല മേഖലയിൽ ഇവർ ചേർന്നിണങ്ങി സമാന്തരമായി ചെയ്താൽ നമ്മുടെ മനസ്സിന് സാമാന്യ ചിന്ത ഉണ്ടാവും. അതിൽ കൂടി കുറയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നത്. കാമം, ഇത് നമ്മുടെ ഇടത് കണ്ണിൻ്റെ പീലിൻ്റെ കീഴിൽ ചൂട് കയറുന്നത്. ഭാര്യ ഭർത്താവ് ബന്ധം പുലർത്തുന്നതിൽ ആ ചൂട് കയറുമ്പോൾ ശരീരം തണുപ്പ് കൊള്ളും. ശരീരം അഗ്നി, ശ്വാസം വലിക്കുന്നതിലുണ്ടാകുന്ന ശരീരച്ചൂട്, പ്രകൃതിച്ചൂട്. കാമം എന്നാൽ ലഹരി, മദ്യലഹരി അതിനേക്കാളും കൂടുതൽ. അപ്പോൾ കണ്ണിൽ ചൂട് കയറുമ്പോൾ ശരീരം ഇളകും, ഒരു മാറ്റം വരും. അപ്പോൾ ക്രോധം കയറി പ്രവർത്തിക്കും. ക്രോധം ചെറിയ കുട്ടികൾ ചരിയാൻ തുടങ്ങുമ്പോൾ ഉള്ള വെമ്പൽ, അതുപോലെ മനസ്സ് രണ്ടാം മാറ്റം വരും. അങ്ങനത്തെ വെമ്പൽ, കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വിറയ്ക്കുമ്പോൾ, വിറയ്ക്കുമ്പോൾ പ്രലോഭം ഉണ്ടാകും. കണ്ണുകൊണ്ട്, ശരീരം കൊണ്ട്. അങ്ങനെ ഇത് മൂന്നും കൂടുമ്പോൾ മദം. ആ മദം നമ്മുടെ ശരീരത്തിന് എല്ലാറ്റിനെയും മാറ്റി ആ കാലഘട്ടത്തിൽ എത്തിക്കും. ഈ മദം ശരീരത്തിനെ ഇളക്കി മറിച്ച് മാത്സല്യം പോകുന്നത് ശുക്ലം. ആ ശുക്ലം ത്രസിക്കുമ്പോൾ ഈ 4 ശക്തികളും 96 തത്വത്തിനോട് ചേർന്ന് എല്ലാം, അപ്പോൾ ആ പടയാളികളും മറ്റുള്ളവർ എല്ലാവരും ഒരുമിച്ച് ആ ശരീരത്തിൽ ഇളക്കി ശുക്ലം ത്രസിക്കുന്നതിൽ കൂടി ശരീരം ഒരു ഗണം മുടി വലുപ്പത്തിന് സ്വയം മറക്കും. അപ്പോൾ നെറ്റിയിൽ ഒരു പിളർപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ശരീരം സുഖം ഉണ്ടാകും. ഓരോരോ ശരീരവും അതിനു വേണ്ടിയിട്ടാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ആ ശരീരസുഖം അനുഭവിക്കുവാൻ വേണ്ടിയാണ് നാം ഇന്ന് ഒരു ജാൺ വയറ്റിന് 1000 കോടി തികച്ചാലും തികയാത്തത്. ഈ ശക്തികൾ നിങ്ങൾ വായിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഈ പേരുകൾ മറഭാഷയായിട്ട് മറമുഖമായിട്ട് വരുന്നതാണ്. അതാണ് 96 തത്വം എന്ന് പറയുന്നത് നമ്മുടെ ശരീര അവയവങ്ങളെ. അതുകൊണ്ടാണ് ഭാരതത്തിൽ ഭാരത മതം പഠിപ്പിക്കാത്തത്. കാരണം അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പറയുവാനുള്ളത്. അത് പറഞ്ഞാൽ ഇന്ന് പ്രവർത്തിക്കാൻ ആൾക്കാർ ഇല്ല.